വേദം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. ബ്രഹ്മത്തെപ്പോലെ അതും സനാതനമാണ്. സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്നത് ഏതോ അതാണ് വേദത്തിനും ആധാരം. വേദത്തിൻ്റെ പ്രധാന ലക്ഷണം ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെ കാട്ടിത്തരുന്നതാണ് മന്ത്രരൂപമായ വാക്കുകൾ. വേദങ്ങൾ 4 വിധമാണ്. ഈ വേദങ്ങൾക്ക് മന്ത്രമെന്നും ബ്രാഹ്മണമെന്നും 2 വിഭാഗമുണ്ട്. ഛന്ദോബന്ധമാണ് മന്ത്രങ്ങൾ. ബ്രാഹ്മണങ്ങൾ മന്ത്രങ്ങളുടെ വിനിയോഗത്തെപ്പറ്റി പ്രതിപാദിക്കുന്നവയാണ്. മന്ത്രങ്ങൾക്ക് ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നിങ്ങനെ 3 സ്വരങ്ങളുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങൾക്ക് കർമ്മകാണ്ഡമായ ബ്രഹ്മണം, ഉപാസനാകാണ്ഡമായ ആരണ്യകം, ആധ്യാത്മിക ഉപദേശം നൽകുന്ന ഉപനിഷത്തുകൾ എന്ന 3 ഭാഗങ്ങൾ കാണാം. 4 വേദങ്ങൾക്കും ഉപവേദങ്ങളുമുണ്ട്. മഹർഷിമാരുടെ ഗോത്ര പരമ്പര വഴിക്ക് ഗുരുമുഖത്തുനിന്ന് ശ്രവിച്ച് മനനം ചെയ്ത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് വേദത്തിൻ്റെ മൂലരൂപം. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. ക്ഷേത്രായനത്തിൻ്റെ ഈ എപ്പിസോഡ് തൃശൂർ ജില്ലയിലെ കൊടകര തേശ്ശേരി ചിക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന അഷ്ടാദശ പുരാണ മഹായജ്ഞത്തെയും പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തെയും അധികരിച്ചിട്ടുള്ളതാണ്. ഭാരതത്തിലുടനീളമുള്ള ക്ഷേത്രങ്ങളിൽ യജ്ഞങ്ങളും പ്രതിഷ്ഠാ മഹോത്സവങ്ങളും അരങ്ങേറുന്നുണ്ടെങ്കിലും ക്ഷേത്ര ചൈതന്യവർദ്ധകമായ അനുഷ്ഠാനങ്ങളും സനാതന ധർമാചാരണ രീതിയുടെ വൈപുല്യവും ഒരേ സമയം ജനിച്ചു ചേർന്ന ഒരു മഹാസംരംഭം ഇദം പ്രഥമമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 15 വരെ ചിക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നടന്ന പൂർണ്ണ പുരാണ സത്രവും വേദസംഹിതാ പ്രദർശനിയും ഗോസേവ മഹായജ്ഞവും സഹസ്ര കലശാഭിഷേകവും പരിവാര പ്രതിഷ്ഠയും വലിയ ബലിക്കൽ പ്രതിഷ്ഠയും ധർമ്മദൈവ സംഗമവും ഉത്സവവും പള്ളിവേട്ടയും ആറാട്ടും ആധ്യാത്മിക പ്രസക്തിയുള്ള ഒരു ഗ്രാമോത്സവത്തിൻ്റെ സമംഗള ദർശനമായി ആചാര്യലോകം വിധിയെഴുതി. തൃശൂർ ജില്ലയിൽ നാഷണൽ ഹൈവേയിലെ പേരാമ്പ്ര സെന്ററിൽ നിന്ന് 2 കിലോമീറ്റർ കിഴക്ക് മാറി തേശ്ശേരിയിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശ്രീ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠാമൂർത്തി. ഉപദേവതമാരായി ശ്രീ അയ്യപ്പൻ, ഗണപതി, ദേവി, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ ഉണ്ടാകേണ്ടുന്ന ദുഃഖനിവൃത്തിയും അഭീഷ്ടപ്രാപ്തിയും ആധ്യാത്മികമായ അഭ്യുന്നതിയും ഭക്തന്മാർക്ക് വേണ്ട പോലെ ലഭിക്കണമെങ്കിൽ ക്ഷേത്രം ചൈതന്യപൂർണമായിരിക്കണം. ക്ഷേത്ര നിർമ്മിതി ശാസ്ത്രീയമായിട്ടായിരിക്കണം. നമ്മുടെ പൂർവികന്മാർ കന്യാകുമാരി തുടങ്ങി കൈലാസപര്യന്തം തന്ത്രശാസ്ത്രം അനുശാസിക്കുന്ന വിധത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ പലതും കാലാന്തരത്തിൽ നഷ്ടപ്രായമായിട്ടുണ്ട്. ചിലത് പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. ആചാരഹീനത കൊണ്ടും പൂജാ വൈകല്യങ്ങളെക്കൊണ്ടും ശത്രുക്കളുടെ ധ്വംസനങ്ങളെക്കൊണ്ടുമെല്ലാം ക്ഷേത്രങ്ങൾ നാമാവശേഷമായി തീരുന്നു. ചിലതെല്ലാം പുനരുദ്ധരിക്കപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ ചിരപുരാതനമായി ഭക്തന്മാർക്ക് അഭയം നൽകിയിരുന്ന
ഒരു മാതൃകാ ക്ഷേത്രമായിരുന്നു തേശ്ശേരി ചീക്കാമുണ്ടി മഹാവിഷ്ണു ക്ഷേത്രം. കാലഘട്ടത്തിൻ്റെ പരിവർത്തനങ്ങളിൽ നഷ്ടപ്രായമായ ഈ ദേവാലയം ഏതാനും ദശകങ്ങൾക്ക് മുൻപേ പുനരുദ്ധരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളീയ തന്ത്രശാസ്ത്രം അനുസരിച്ച് ശില്പവിധാനങ്ങളോടുകൂടി ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്ത് തന്ത്രസമുച്ചയമനുസരിച്ചുള്ള നവീകരണ ക്രിയകളും നടത്തി ക്ഷേത്രത്തിന് ചൈതന്യപുഷ്ടി വരുത്തുന്ന നവീകരണ ക്രിയയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിപുരാതനമായ ചിക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചപ്രകാരത്തോടു കൂടിയ ധ്വജസഹിതം പുനർനിർമ്മാണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടത്തിയ ശുഭവേള സമ്പൂർണ്ണ പുരാണ പാരായണം കൊണ്ട് സർവദേവ സാന്നിധ്യം നിറഞ്ഞതായി. സനാതനധർമ്മത്തിൻ്റെ പരമപ്രമാണങ്ങളായ വേദങ്ങളുടെ സാരാംശം സാർവജനീനമായ കഥാരൂപേണ പ്രതിപാദിക്കുന്ന 18 പുരാണങ്ങൾ ഒരേ സമയം പാരായണം ചെയ്തുകൊണ്ട് 30 കോടി ദേവന്മാരുടെ സാന്നിധ്യം സമ്മാനിച്ച അസുലഭ മുഹൂർത്തത്തിലായിരുന്നു ഇവിടെ സാക്ഷാൽ വൈകുണ്ഠനാഥന്റെ പുനഃപ്രതിഷ്ഠ നടന്നത്. മത്സ്യം, മാർക്കണ്ഡേയം, ഭവിഷ്യം, ഭാഗവതം, ബ്രഹ്മ, ബ്രഹ്മവൈവർത്തൻ, ബ്രഹ്മാണ്ഡം, വരാഹം, വായു, വാമന, വിഷ്ണു, അഗ്നി, നാരദീയം, പത്മം, ലിംഗ, ഗാരുഡ, കൂർമ്മ, സ്കന്ദം എന്നിവയാണ് വേദവ്യാസ വിരചിതമായ 18 പുരാണങ്ങൾ.